ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് എന്ന റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു 1/4 കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും. മീഡിയം മധുരമേ ഇപ്പോൾ കാണുള്ളൂ. കുറച്ചുകൂടെയൊക്കെ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മീഡിയമേ ഇടാറുള്ളൂ. പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ മക്കൾക്കൊക്കെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് പതിവ്. പഞ്ചസാര ഇട്ടതിന് ശേഷവും പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കസ്റ്റാർഡ് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുകയാണ്. 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ധാരാളമാണ്. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പാല് കുറുകിപ്പോകും. പിന്നെ നമ്മൾ പാല് തിളപ്പിച്ചൊക്കെ ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കണക്കെടുത്താൽ മതി. 1/4 കപ്പ് പാല് മാറ്റി വെച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു. കുറച്ച് ഒഴിച്ച് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ഒന്നിച്ചൊഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ കട്ടയായി പോവും. നമ്മൾ തിളപ്പിച്ച പാലിലോട്ട് ഈ പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ കലക്കിയതിന് ശേഷമേ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കസ്റ്റാർഡ് പൗഡർ ശരിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വാനില ഫ്ലേവർ തന്നെ നോക്കി വാങ്ങണം. അതിനാണ് ടേസ്റ്റ് ഉള്ളത്. ഞാനത് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടരെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പാത്രത്തിന്റെ അടിഭാഗത്ത് പിടിക്കും. കസ്റ്റാർഡ് ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവം ആയാൽ മതി. ഞാനിനി തീ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ ആ പാത്രത്തിന്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ കുറുകിപ്പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. തണുത്ത് കഴിയുമ്പം നമുക്ക് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേപ്സിന്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് അത് കിട്ടിയില്ല. ഞാനത് കാരണം ഉണക്കമുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് ചെറുപഴം അരിഞ്ഞതാണ്. ഞാലിപ്പൂവമ്പഴം ഇല്ലേ, അതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് മാതളമാണ് ഇടുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിപ്പിക്കാവുന്നതാണ്.
ഇനി ഒരു ചെറിയ ആപ്പിള് അരിഞ്ഞെടുത്തതാണ്. ഞാനിനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. ഇഷ്ടമില്ലാത്തവര് ഇതൊന്നും ഇടണ്ട. നമുക്ക് പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, ഇല്ല തണുത്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ എല്ലാവർക്കും തണുത്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. മധുരവും പഴങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ. ചോറൊക്കെ ഉണ്ട് കഴിയുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഫ്രൂട്ട് കസ്റ്റർഡ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.